My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി സ്കീമിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത്? സാധാരണ രീതിയിൽ നിങ്ങളുടെ ബിസിനസ് സബ് കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുകയും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻവോയ്സിൽ നിന്ന് 20%ഓ 30%ഓ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർഷാവസാനത്തെ കണക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. UK-ലെ നിയമപ്രകാരം സബ് കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടി നാട്ടിൽ TDS എന്ന മാതിരി നിങ്ങളുടെ ടാക്സും NIയും നിങ്ങളുടെ ഗ്രോസ് പേയ്മെൻറ്റിൽ നിന്ന് കുറച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് 10,000 പൗണ്ട് സബ് കോൺട്രാക്ട് വർക്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 2,000 പൗണ്ട് 20% ഡിഡക്റ്റ് ചെയ്ത് 8,000 പൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ വർഷാവസാനം നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 2,000 പൗണ്ട് അഡ്വാൻസ് ടാക്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുകയും നിങ്ങളുടെ യഥാർത്ഥ ടാക്സ് ഉദാഹരണമായിട്ട് 1,000 പൗണ്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കാരണം ആ സ്റ്റേജിലാണ് നിങ്ങളുടെ എക്സ്പെൻസുകളും മറ്റും നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 1,000 പൗണ്ട് ടാക്സ് റീഫണ്ട് കിട്ടും. ചില ബിസിനസ്സുകൾ ഇതറിയാതെ തന്നെ ക്ലെയിം ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ടാക്സ് അപ്ഡേറ്റ് ചെയ്യുകയും ഒരുപക്ഷെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്യുന്നു. ധാരാളം ബിസിനസ്സുകൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ സബ് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സബ് കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഗ്രോസ് പേയ്മെൻറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയും അവർ ടാക്സ് കൊടുത്തു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വർഷാവസാനം സബ് കോൺട്രാക്ടർക്ക് സെൽഫ് അസസ്മെൻറ്റിലൂടെ ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ സബ് കോൺട്രാക്ടർക്ക് എല്ലാ മാസവും സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുകയും ഇതുവഴി എത്രമാത്രം ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, CIS സ്കീമിൽ എത്രമാത്രം ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മുൻകൂട്ടി അറിയുകയും വർഷാവസാനം കണക്കുകൾ കൊടുത്ത് CIS ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുകയും അങ്ങനെ ടാക്സ് അപ് ടു ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണെങ്കിൽ നിങ്ങൾ മറ്റ് സബ് കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ചുമതലയാണ് 20% ഡിഡക്റ്റ് ചെയ്യേണ്ടത്. സബ് കോൺട്രാക്ടർക്ക് ഡയറക്റ്റായിട്ട് HMRC രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ ആ യുണീക്ക് റെഫറൻസ് നമ്പർ കൊടുത്തില്ല എങ്കിൽ 20% പകരം 30% ബിസിനസ്സുകൾ കുറയ്ക്കേണ്ടി വരുന്നു. യുണീക്ക് റെഫറൻസ് നമ്പരും സെൽഫ് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനും കൊടുക്കുന്ന വഴി 30% ടാക്സിൽ നിന്ന് 20% കൊടുത്താൽ മതി. CIS സ്കീം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ളതാണ്. കാരണം പല സബ് കോൺട്രാക്ടർ ബേസിലാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ഇവരുടെ ടാക്സ് കൊടുത്തു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രോസ് പേയ്മെൻറ്റിൽ നിന്ന് 20% അല്ലെങ്കിൽ 30% ഡിഡക്റ്റ് ചെയ്യുന്നത്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.